ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തോമസ് സാറിൽ നിന്നും കണ്ണൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലെന്നറിയുന്ന സ്വാതി കണ്ണനെ വിവാഹം കഴിച്ച് തൻ്റെ ജീവിതം ഹോമിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം വാമനോടും സീമന്തിനോടും ദുർഗയോടൊക്കെ തുറന്നടിച്ച് പറയുന്നു. വാമനും ദുർഗയൊക്കെ സ്വാതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത്, കണ്ണേട്ടൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയോടൊപ്പം കപിലേശ്വരം തറവാടിൻ്റെ പടിയിറങ്ങി പോവുകയാണ് സ്വാതിയെ അവിടെ നിന്നും പുറത്താക്കാൻ കണ്ണൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു അത്, തോമസ് സാറിനെ കൊണ്ട് ഇനി തനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയിപ്പിച്ചത്. പിന്നീട് ഉണ്ണിയുടെ അടുത്തെത്തുന്ന കരുണ സ്വാതി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നും ഇനി ഉണ്ണിയേട്ടൻ കണ്ണേട്ടൻ്റെ വലം കൈയായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ ഉണ്ണിയേട്ടന് വിലക്കുള്ളത്, ഫൈനാൻസീസിൽ കണ്ണേട്ടനല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവിടെ ഒരു ക്യാബിൻ തരാൻ കണ്ണേട്ടനോട് പറയണം. മഹാലക്ഷ്മിയോടുള്ള കണ്ണേട്ടൻ്റെ പിണക്കമൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം, അതുകൊണ്ട് കണ്ണേട്ടൻ്റെ കൂടെ നടന്ന് അവരോടുള്ള കണ്ണേട്ടൻ്റെ വെറുപ്പ് ആളിക്കത്തിക്കണം. അവസരം കിട്ടിയാൽ മഹാലക്ഷ്മിയെ ഫൈനാൻസീസിൽ വെച്ച് തന്നെ വകവരുത്തണം. ആ കുറ്റം കണ്ണേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കണം. മഹാലക്ഷ്മിയോട് കൂറുള്ള മാർക്കോ അങ്ങേരെ തീർത്ത് കളഞ്ഞോളും, അതുകൊണ്ട് ഫൈനാൻസീസിൽ ചെന്ന് അവിടെ നിലയുറപ്പിക്കാൻ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണയുടെ വാക്കും കേട്ട് ഉണ്ണി നേരെ ഫൈനാൻസീസിൽ എത്തുന്നു. എന്നിട്ട് മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്കാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാൻ കഴിയൂ, ഇവിടെ ഫൈനാൻസീസിൽ കാര്യങ്ങളൊക്കെ കണ്ണേട്ടൻ്റെ നിയന്ത്രണത്തിലാണ്, അതുകൊണ്ട് കണ്ണേട്ടൻ്റെ ക്യാബിനിൽ ഇനി ഞാനും ഉണ്ടാകും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ലടാ, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും പുറത്താക്കിയതുപോലെ നിന്നെ ഇവിടെ നിന്നും പുറത്താക്കും ഞാൻ എന്നെല്ലാം പറയുമ്പോൾ അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ എന്ന് അത് കണ്ണേട്ടനല്ലേ തീരുമാനിക്കുന്നത് ചോദിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉള്ളതുപോലെയുള്ള അധികാരവും അവകാശവും ഈ ഫൈനാൻസീസിലും എനിക്കുണ്ട്. ഓഫീസിൻ്റെ 60% അവകാശവും എനിക്കാണ്, ബാക്കി 40% മാത്രമേ കണ്ണേട്ടനുള്ളൂ. സൈനിങ് അതോറിറ്റിയും ഞാനാണ്, അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ അത് കണ്ണേട്ടൻ പറയട്ടെ, കണ്ണേട്ടൻ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് തൂക്കിയെടുത്ത് വെളിയിൽ കളയും എന്ന് മഹാലക്ഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ണി നേരെ കണ്ണൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ഉണ്ണി പറയുന്നുണ്ട്, അവരുടെ അധികാരം ഇവിടെ ഉണ്ടാകില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കണ്ണേട്ടൻ്റെ ഒരു വലം കൈയായിട്ട് ഇനി ഞാനും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് കണ്ണേട്ടൻ ഇവിടെ എനിക്കൊരു ക്യാബിൻ തരണം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എനിക്കതിന് വിരോധമൊന്നുമില്ല ഉണ്ണി, പക്ഷേ ഫൈനാൻസീസിൻ്റെ 60% മഹാലക്ഷ്മിയുടെ പേരിലാണ്. ഓഫീസിൽ പുതിയൊരാളെ നിയമിക്കാനും പിരിച്ചുവിടാനുള്ള അധികാരവും അവകാശവും അയാൾക്കുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ണി. നിൻ്റെ ഈ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്നെല്ലാം ഉള്ളിൽ ചിരിച്ചും പുറമേ സങ്കടപ്പെട്ടും ഉണ്ണി അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയുടെ മേനിൽ. നിന്നെ ഞാനായിട്ട് ഇവിടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അയാളെങ്ങാനും നിയമത്തിൻ്റെ സഹായം തേടിയാൽ കോടതി അയാളുടെ പക്ഷത്തെ നിൽക്കൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ അവരുമായിട്ടുള്ള ബന്ധം ഉടനെ പിരിയണം, എന്നിട്ട് എല്ലാ സ്വത്തും തിരികെ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇതേ സമയം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ ക്യാബിനിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നിനക്ക് എന്താ ഇവിടെ കാര്യം, നീ എന്തിനാ കണ്ണേട്ടൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത്, നിന്നെ കാണുന്നത് തന്നെ കണ്ണേട്ടന് വെറുപ്പാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എനിക്ക് നിൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാനുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്നതുപോലെ ഈ ഫൈനാൻസീസിൻ്റെ പരിസരത്ത് പോലും നീ വരാൻ പാടില്ല എന്ന് മഹി തീർത്ത് പറയുമ്പോൾ വീണ്ടും മഹാലക്ഷ്മിയെ അങ്ങേയറ്റം അപമാനിച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഉണ്ണി. കണ്ണനാണെങ്കിൽ CCTV ദൃശ്യങ്ങളിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. മഹിയെ അപമാനിച്ച് സംസാരിക്കുന്നതൊന്നും കണ്ണൻ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സകല നിയന്ത്രണവും വിടുന്ന കണ്ണൻ എഴുന്നേറ്റ് വന്ന് ഉണ്ണിയെ കഴുത്തിന് പിടിച്ച് ഓഫീസിൽ നിന്നും ആട്ടി പുറത്താക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം ഉണ്ണിയുടെ ആ നാണം കേട്ട പോക്ക് കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കണ്ണനും മഹിയും. കണ്ണേട്ടൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും താൻ അവനെ പുറത്താക്കിയപ്പോൾ ഇവിടെ നുഴഞ്ഞു കയറാമെന്നാണ് അവൻ കരുതിയത്. ഏതായാലും തൻ്റെ പ്രകടനം ഉഗ്രനായി എന്നെല്ലാം കണ്ണൻ പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് താനും നമ്മുടെ കുഞ്ഞും പിടഞ്ഞു തീരണം എന്ന് ആഗ്രഹിക്കുന്ന അവന് നമ്മുടെ ഒരു കമ്പനിയിൽ പോലും ജോലി കൊടുക്കാൻ പാടില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ കരുണ തന്നെയായിരിക്കും അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ട് മഹി. ഇനി ഉണ്ടായിരുന്ന ജോലിയും വരുമാനമൊക്കെ നിലച്ചതോടെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെയും ജോലിയുടെയും മഹത്വമൊക്കെ അവൻ തിരിച്ചറിയട്ടെ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ചമ്മി നാണം കെട്ട് കമലേശ്വരത്ത് തന്നെ തിരികെ എത്തുകയാണ് ഉണ്ണി. പുണ്ണി നടന്നതെല്ലാം കരുണയോട് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് പോലെ വെറും മണ്ണുണ്ണിയാണ് നിങ്ങളെന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ണിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയാണ് കരുണ ചെയ്യുന്നത്. പിന്നീട് മഹിയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന അനന്തുവിനെ ലേഖിക്കുകയാണെങ്കിൽ രക്തം തിളച്ചു പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മഹിയോട് ചെയ്തതിനൊക്കെ അവനോട് എനിക്ക് 2 വാക്ക് പറയാതെ സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് നീ എന്തിനാ ഫൈനാൻസ് കേസിലേക്ക് ഇടിച്ചു കയറി ചെന്നത്? നിനക്ക് അധികാരമില്ലാത്ത സ്ഥലത്തേക്ക് നീ എന്തിനാണ് ഇടിച്ചു കയറി ചെന്നത്? മഹിയുടെ കുഞ്ഞും ഇപ്പോൾ എൻ്റെയും ലേഖയുടെയും സംരക്ഷണത്തിലാണ്. മഹിയുടെ അമ്മയെ ദ്രോഹിച്ചതിന് പ്രതാപനും അയാളുടെ അമ്മയ്ക്കും എന്താ ഉണ്ടായതെന്ന് നിനക്കറിയാലോ. സ്ത്രീകളെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് ഇനി നീ മഹിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കും അവരുടെ അനുഭവം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് ശക്തമായിട്ടുള്ള താക്കീതാണ് കേട്ടോ അനന്ത് നൽകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലിന് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്